ഇതാണ് ജോർജിയയിലെ ഒരു മനോഹരമായ ഗ്രാമപ്രദേശം കാണിക്കാം. ചുറ്റും മലകളാണ്. അതിന്റെ താഴ്വാരത്തിൽ നല്ല മുന്തിരിത്തോട്ടമാണ് ഈ കാണുന്നത്. കൊലച്ച് മറിഞ്ഞു കിടക്കാണ് മുന്തിരിങ്ങ. ഈ മുന്തിരിത്തോട്ടമായി കാണുന്നത്. ഈ പ്രദേശം മുഴുവൻ മുന്തിരിങ്ങയാണ്. ഇങ്ങനെ ഇരിക്കും. അതിന്റെ ആ മൊത്തം പലം പ്രദേശമാണ്. ഒരു കോഴി പോകുന്ന ശബ്ദം കേട്ടായിരുന്നു. എവിടെ നിന്നാണോ പുറയുന്ന കണ്ട് കോഴിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ജോർജിയയിലെ ഒരു പിടിച്ചോ. മതി. ജോർജിയയിലെ ഒരു ഗ്രാമപ്രദേശം നിൽക്കുവാണ്. ചുറ്റിനും മലകളാണ്. അതിന്റെ താഴ്വാരത്താണ് ഈ മുന്തിരിത്തോട്ടം കാണുന്നത്. ഇവിടെ അടുത്തൊക്കെ ഈ വൈൻ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ തേങ്ങാക്കാർ വന്ന് തേങ്ങ കച്ചവടക്കാർ വന്ന് തേങ്ങ കൊണ്ടുവന്ന പോലെ ഇവിടെ ഈ മുന്തിരി ഫാക്ടറിക്കാർ വന്ന് ഈ മുന്തിരി കൊണ്ടുപോകും. അവര് ഫാക്ടറി കൊണ്ടുപോയി വൈൻ ഉണ്ടാക്കി. ഇത് ഒരു വൈൻ ഫാക്ടറികൾ വന്ന് കൊണ്ടുപോകും. നമ്മൾ തേങ്ങ കച്ചവടക്കാർ തേങ്ങ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ മുന്തിരിക വന്ന് അവർ ഫാക്ടറിക്കാർ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ ജോർജിയ മുഴുവനും മുന്തിരിയ. അതൊരു ചെറിയ ഗ്രാമമാണ്. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ താമസിക്കുന്നത് ഒരു 3 മണിക്കൂർ ദൂരെയാണ്. ഞങ്ങൾ ഈ മുന്തിരി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് പോകണം. എങ്ങനെയാ അതിന്റെ പരിപാടി ഒന്ന് കാണാനായിട്ട്. സോ ഇതൊക്കെ കാണുവാൻ ഇവിടെയൊക്കെ കാലുകുത്തുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മുടെ കാലുകുത്തുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. ദൈവത്തിന്റെ കൃപയാല് ഇങ്ങനൊരു മണ്ണിൽ എന്റെ കാലുകുത്തി നിൽക്കുമെന്നും ഇതൊക്കെ കാണുമെന്നും വിചാരിച്ചല്ല. പക്ഷെ ഇതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുകൊണ്ട് മാത്രമാണ്. സോ താങ്ക് യു. ഗോഡ് ബ്ലസ്.